ഇന്ന് രാവിലെ നമ്മൾ മീനുകൾക്ക് ഫീഡ് ചെയ്യാനായിട്ട് വന്നതാണ്. അപ്പോഴാണ് നമ്മൾ ശ്രദ്ധിച്ചത് നമ്മുടെ ഈ ആപ്പിൾ സ്നെയിലുകൾ കിടക്കുന്ന ഈ ടബ്ബിൽ അവർ ബ്രീഡായിട്ടുണ്ട്. കുറച്ച് മുട്ടകളൊക്കെ ആ സൈഡിൽ കാണുന്നുണ്ട്. ഇപ്പോൾ വേനൽക്കാലമാണ് സാധാരണ അവർ ബ്രീഡാവുന്ന ഒരു സീസണല്ല. അവർ മഴക്കാലത്താണ് കൂടുതലും ബ്രീഡാവുന്നത്. ഈ ഒരു സമയത്ത് അങ്ങനെ ബ്രീഡാവാറില്ല. നമ്മൾ ഇവർക്ക് തീറ്റയ്ക്കായിട്ടാണ് ഈ സാൽവീനിയ ചെടി ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിങ്ങനെ ഫ്ലോട്ട് ചെയ്ത് കിടക്കുമ്പോൾ ഇവർക്ക് ബ്രീഡാവാനുള്ള ടെൻഡൻസി ഒക്കെ ചില സമയത്ത് ഉണ്ടാവാറുണ്ട്. അതുകൊണ്ടാണെന്ന് തോന്നുന്നു അവരിതേ കണ്ടില്ലേ കുറച്ച് മുട്ടകളൊക്കെ ഇട്ടിട്ട് ഇതിനെ ക്ലച്ച് എന്നാണ് പറയുന്നത്. ഇങ്ങനെ ഗ്രൂപ്പായിട്ട് മുട്ടയിട്ട് വെക്കുമ്പോൾ അതിനെ ക്ലച്ച് എന്നാണ് പറയാറുള്ളത്. ഇതിനകത്ത് കുറേ മുട്ടകളുണ്ട്. അതിങ്ങനെ ഗ്രൂപ്പായിട്ട് സ്റ്റിക്ക് ചെയ്താണ് അവർ വെക്കുന്നത്. കുറേ കാലം മുമ്പ് ഞാനിതിൻ്റെ ബ്രീഡിങ്ങിൻ്റെ വീഡിയോ ഒക്കെ ചെയ്തിരുന്നു. ഒരു ഹോബീസിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. കാരണം ഇങ്ങനെ ഇവർ മുട്ടയിടുന്നതും അതുപോലെ ബ്രീഡാവുന്നതും കുഞ്ഞുങ്ങളിറങ്ങുന്നതും ഒക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചില സംഭവങ്ങളാണ്. ഒന്നുകിൽ ഈ ഒരു ക്ലച്ച് നമുക്ക് ഇവിടെ തന്നെ വെക്കാം. ഇത് നാച്ചുറലായിട്ട് വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ ഈ വെള്ളത്തിലേക്ക് വീഴും. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ദിവസം കഴിയുമ്പോൾ നമുക്ക് ഇത് ഇളക്കി എടുക്കാനായിട്ട് പറ്റും. അങ്ങനെ ഇത് ഇളക്കിയെടുത്തതിന് ശേഷം ഇൻഡോർ കൊണ്ടുപോയി നമ്മളൊരു ചെറിയ കണ്ടെയ്നറിനകത്ത് വെള്ളം നിറച്ച് നമ്മളൊരു വല അതിൻ്റെ മുകളിൽ സെറ്റ് ചെയ്തതിന് ശേഷം ആ വലയുടെ മുകളിൽ ഇത് വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾ വിരിയുമ്പോൾ ആ നെറ്റിൻ്റെ ഉള്ളിൽ കൂടെ കണ്ടെയ്നറിലെ വെള്ളത്തിലേക്ക് ഈ കുഞ്ഞുങ്ങൾ വീണോളും. അങ്ങനെ നമുക്ക് ഇൻഡോർ വെച്ച് ബ്രീഡ് ചെയ്യിക്കാം. പക്ഷേ ഇവർ ബ്രീഡാവുന്നത് മഴക്കാലത്താണ്. ഇങ്ങനെ വേനൽക്കാലത്ത് അവർ മുട്ടയിടാറില്ല. കഴിഞ്ഞ വേനൽക്കാലത്തും ഇവർ ഇതുപോലെ മുട്ടയിട്ടിരുന്നു. പക്ഷേ അത് വിരിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കാരണം എനിക്ക് തോന്നുന്നു അന്ന് അത് ഫെർട്ടിലൈസ് ആയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴും എനിക്ക് തോന്നുന്നത് ഇത് വിരിയാനുള്ള സാധ്യത വളരെ കുറവാണ്. ഒന്നാമത്തെ കാരണം നമ്മുടെ ടെമ്പറേച്ചറാണ്. ഇപ്പോൾ വളരെ എന്താ പറയുക, ചൂട് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ടെമ്പറേച്ചർ കറക്റ്റ് ആണോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. ഇത് വിരിയാനായിട്ടൊരു സ്പെസിഫിക് ടെമ്പറേച്ചറാണ്, മഴക്കാലത്തെ ആ ഒരു ടെമ്പറേച്ചറാണ് വേണ്ടത്. പിന്നെ ഫെർട്ടിലൈസേഷൻ്റെ കാര്യം നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. അത് ചിലപ്പോൾ ഫെർട്ടിലൈസ്ഡ് ആയിരിക്കും. കഴിഞ്ഞ പ്രാവശ്യത്തെ എനിക്ക് തോന്നുന്നു അത് അൺഫെർട്ടിലൈസ്ഡ് ആയിരുന്നു എന്ന് തോന്നുന്നു. കൃത്യമായിട്ട് അറിയില്ല. ചിലപ്പോൾ ടെമ്പറേച്ചർ ആയിരിക്കും, അല്ലെങ്കിൽ ഫെർട്ടിലൈസേഷൻ്റെ പ്രോബ്ലം ആയിരിക്കും. കഴിഞ്ഞ പ്രാവശ്യം അത് വിരിഞ്ഞില്ല. എന്തായാലും ഇവർ ഈ മുട്ടകൾ ഇട്ട സ്ഥിതിക്ക് നമ്മൾ ഇൻഡോർ കൊണ്ടുപോയി ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ടെമ്പറേച്ചർ അധികമായതുകൊണ്ട് ചിലപ്പോൾ അത് മൊത്തത്തിൽ അങ്ങ് ഡ്രൈ ആയി പോകാൻ സാധ്യതയുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഉറുമ്പ് അത്തരം സാധനങ്ങളൊക്കെ വന്ന് ഇത് തിന്ന് നശിപ്പിച്ച് കളയും. അതുകൊണ്ട് ഇൻഡോർ കൊണ്ടുപോയി വെക്കാൻ നമ്മൾ വിചാരിക്കുന്നുണ്ട്. നാളെ ഒരു ഉച്ചയൊക്കെ ആവുന്ന സമയത്ത് നമുക്കിത് ഇളക്കിയെടുക്കാൻ പറ്റും. എന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇൻഡോർ കൊണ്ടുപോയി ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. വിരിയാനുള്ള സാധ്യത വളരെ കുറവാണ്, എങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഈ ആപ്പിൾ സ്നെയിലുകളുടെ മുട്ട വിരിയാനായിട്ട് എടുക്കുന്ന സമയം എന്ന് പറയുന്നത് 2 ആഴ്ചയാണ്. 2 ആഴ്ച എന്ന് പറയുന്നത് മഴക്കാലത്തെ ആ ഒരു ടെമ്പറേച്ചറിലാണ്. ഈ മുട്ടയ്ക്കുള്ളിൽ കുഞ്ഞുങ്ങൾ ഫോം ചെയ്ത് വരുന്ന സമയത്ത് നമുക്കത് പുറത്തുനിന്ന് വളരെ ക്ലിയർ ആയിട്ട് കാണാനായിട്ട് സാധിക്കും. ഒരു ഫിഷ് കീപ്പിംഗ് ഹോബീസിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ആപ്പിൾ സ്നെയിലുകൾ ചെറിയ ക്വാണ്ടിറ്റിയിലൊക്കെ നമ്മുടെ കയ്യിൽ വെക്കുന്നത് വളരെ നല്ലതാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ കയ്യിൽ അക്വേറിയങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഈ ഒരു വേനൽക്കാലത്തൊക്കെ ആൽഗെ ഫോർമേഷൻ വളരെ കൂടുതലായിരിക്കും. ചില്ലിൻ്റെ സൈഡിലൊക്കെ ആൽഗെ നല്ല രീതിയിൽ ഫോം ചെയ്യും. അപ്പോൾ നമ്മുടെ കയ്യിൽ ചെറിയ സൈസ് ഇപ്പോൾ ബ്രീഡൊക്കെ ആയിട്ട് ഇറങ്ങുന്ന കുഞ്ഞുങ്ങൾ ഒരു മീഡിയം സൈസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 2 എണ്ണത്തിനൊക്കെ നമ്മൾ അക്വേറിയത്തിൽ കൊണ്ടിടുകയാണെന്നുണ്ടെങ്കിൽ അക്വേറിയത്തിൻ്റെ സൈഡിൽ, അതായത് ചില്ലിലൊക്കെ ഫോം ചെയ്യുന്ന ആൽഗെ ഇവർ തിന്നു തീർക്കുന്നതാണ്. അതുപോലെ തന്നെ ചെടികളിൽ ഇപ്പോൾ ആമസോൺ സ്വോർഡ് അല്ലെങ്കിൽ ഏത് വെറൈറ്റി ചെടികളാണെങ്കിലും ഇപ്പോൾ ജാവ ഫോൺ പോലുള്ള ചെടികളുടെ ഇലയിലൊക്കെ ആൽഗെ ഫോം ചെയ്യുന്നുണ്ടെങ്കിൽ ഇവർ അത് കഴിച്ച് തീർത്തോളും. പിന്നെ ഇവർ ഓംനിവോറസ് ആണ്. ഈ സസ്യാഹാരങ്ങളും മാംസാഹാരങ്ങളും എല്ലാം കഴിക്കും. അതുപോലെ തന്നെ പെല്ലറ്റ് ഫുഡ് ഫീഡ് ചെയ്താൽ അതും കഴിക്കും. വളർത്താൻ വളരെ ഈസിയാണ്. അതുപോലെ തന്നെ നല്ല രീതിയിൽ ബ്രീഡാവും ചെയ്യും. ബ്രീഡായി കഴിഞ്ഞാലാണ് ഇവരുടെ പ്രശ്നം വരുന്നത്. കാരണം ഇവർ ചറ പറന്ന് ബ്രീഡാവും. എണ്ണം അധികമായി കഴിഞ്ഞാൽ ഇവരെ മെയിൻറ്റെയിൻ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഈ ടബിനകത്ത് തന്നെ എണ്ണത്തിൽ കൂടുതലാണ് നമ്മൾ ഇട്ടിട്ടുള്ളത്. ഒരു 15 എണ്ണത്തോളം ഇതിനകത്ത് കിടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വെള്ളം പെട്ടെന്ന് അസിഡിക് ആയിട്ട് ഇവരുടെ ഷെല്ലിന് ചെറിയ രീതിയിലുള്ള പ്രോബ്ലം വന്നിട്ടുണ്ട്. അത് മാറണമെന്നുണ്ടെങ്കിൽ നമ്മൾ വലിയ സ്പേസിലേക്ക് മാറ്റണം. ഇത്തരത്തിലുള്ള സ്പേസിലൊക്കെ മാക്സിമം നമുക്കൊരു 4 എണ്ണത്തിനൊക്കെയാണ് ഇടാനായിട്ട് പറ്റുന്നത്. ആ ഒരു സ്പേസിലാണ് ഇപ്പോൾ 15 എണ്ണമൊക്കെ കിടക്കുന്നത്. ഇവരെ വളർത്തുമ്പോൾ വേറൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം പെട്ടെന്ന് മോശമാകുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. നൈട്രേറ്റ്സ് വളരെ കൂടുതലായിരിക്കും വെള്ളത്തിൽ. അതുകൊണ്ട് ഇവരെ സെപ്പറേറ്റ് ടാങ്കിലൊക്കെ ഇട്ട് വളർത്തുകയാണെന്നുണ്ടെങ്കിൽ ആ വെള്ളം നമുക്ക് ഉപയോഗിച്ച് ചെടിച്ചട്ടികളിലൊക്കെ നനയ്ക്കാൻ ഉപയോഗിക്കുന്നതാണ്. കാരണം നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള വെള്ളമാണ് ചെടികൾക്കൊക്കെ. അപ്പോൾ ചെടിച്ചട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലൊക്കെ ഈ വെള്ളം ഈ ടാങ്കിൽ നിന്ന് വെള്ളം എടുത്തിട്ട് നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇവർ എടുക്കുന്ന ടാങ്കിൽ വെള്ളം റീഫിൽ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഒരേ സമയം 2 കാര്യങ്ങൾ നടക്കും. അപ്പോൾ നമ്മുടെ ഈ ഒരു ചെറിയ വീഡിയോയുടെ അവസാനിക്കുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.